കാരണം 20 വയസ്സുള്ള പിള്ളേരാണ്, വലിയ സ്വപ്നങ്ങളുണ്ട്. ഞാനെല്ലാം ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ എന്താ പറയാ കൈ കാണിക്കും, ഏതെങ്കിലും വണ്ടി നിർത്തിയാൽ കയറി പൊട്ടേ നിർത്തിയിട്ട് ആഗ്രഹമുള്ള ഒരു കാണിക്കാറ്. ഞാൻ പറഞ്ഞു വാടക കൂട്ടാന്ന് പറഞ്ഞു. അവൻ എന്റെ കൂടെ ചെന്നൈയിലേക്ക് വന്നു. ഒരൊറ്റ പരിചയം മാത്രമേ ഉള്ളൂ, ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഇന്ന് 5.5 കോടി രൂപ അയാൾക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടും. 5.5 കോടി രൂപ. വേറൊരാളെ നിങ്ങൾ കണ്ടു, മിസ്റ്റർ ഓം പ്രകാശിനെ നിങ്ങൾ പരിചയപ്പെട്ടുകയാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. ഏതോ ഒരു സുഹൃത്ത് പരിചയപ്പെട്ടിട്ടാണ് എനിക്ക് ഓം പ്രകാശിനെ അറിയുള്ളൂ. ചെറുപ്പത്തിലുള്ള എന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല. ഇന്ന് അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ 5.5 കോടിക്ക് മുകളിൽ വരുമാനം മേടിച്ചു. ഹീസ് ഡ്രൈവിംഗ് BMW. അദ്ദേഹത്തിന്റെ മക്കൾ 2 പേരും പഠിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അതേപോലെ കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്, ചോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ലിവിംഗ് നടത്തുന്നു. ഇത് അപ്പൊ എനിക്ക് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ സമ്പാദിച്ചതിനെക്കാട്ടിലും അഭിമാനം, ഞാൻ കാരണം രക്ഷപ്പെട്ട ഒത്തിരി കുടുംബങ്ങൾ ഈ ഹാളിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതും എസ്പെഷ്യലി എന്റെ കൂട്ടുകാർ. നിങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം, ഞാൻ ബാക്കിൽ നിങ്ങൾ കേട്ടു ആരൊക്കെയാണ് ഡയമണ്ട് അടിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ കൈപൊക്കി. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വരുന്ന 3 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ജീവിതത്തിൽ കരകയറ്റിയ പോലെ ഒരു 12 കുടുംബങ്ങൾ നിങ്ങൾ കാരണം രക്ഷപ്പെടുകയാണെങ്കിൽ ഈ കേരളമായിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഈ കേരളമായിട്ട് മാറുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞ വാക്കൊന്ന് പാലിച്ചാൽ മാത്രം മതി. ശരിയല്ലേ? ശരിയല്ലേ? ആ വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും ആളുകളുടെ വിശ്വാസത്തിലാണ് ഇവിടെ പ്രശ്നം കിടക്കുന്നത്. 2 ദിവസം പോസിറ്റീവ് ആണ്, 4 ദിവസം ഔട്ടാണ്. ഇത് ചെറിയൊരു ബിസിനസ് ആണെന്ന് പല ആളുകളെയും നിങ്ങളുടെ സോഫ്റ്റ്വെയറിന്റെ പ്രോബ്ലം ആണ്. പല ആളുകളെയും ചിന്താഗതി എന്താ പറയുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാൻ തന്നെ പേടിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു കുഞ്ഞു പരിപാടി പോലെയാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ചാറ്റ് GPT തുറക്കും. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചാറ്റ് GPT എടുത്തിട്ട് നിങ്ങൾ ചോദിക്കൂ, അതിനോട് ചോദിക്കൂ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വേൾഡ് വൈഡ് ടേൺ ഓവർ 2025 ഒന്ന് ചോദിച്ചു നോക്കൂ. $220 ബില്യൺ ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 220 ബില്യൺ 220 ബില്യൺ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് റിലയൻസിൽ ചെക്ക് ചെയ്ത് നോക്കും നിങ്ങൾ. ഞാൻ പറയുന്നത് കേൾക്കണ്ട. അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരനെ നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ എടുത്തോളൂ. അദ്ദേഹത്തിന്റെ ടോട്ടൽ ടേൺ ഓവർ എത്രയെന്നില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നോക്കുക നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയുടെ ടേൺ ഓവർ 220 ബില്യൺ ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രി. വരുന്ന 4 വർഷം കൊണ്ട് 400 ബില്യൺ ടേൺ ഓവർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അഭിമാനം വരുന്നത്. ചെറിയ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വലിയ ബിസിനസ്സാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് ഈ ബിസിനസ് ചെറുതാണോ വലുതാണോ എന്നുള്ളത്. എങ്ങനെ ചെറുതെന്ന് പറയാൻ പറ്റും? ID നമ്പർ 1009 എന്ന് പറയുന്ന എന്റെ ID 7 ദിവസം കൊണ്ട് 13 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. 13 C ടേൺ ഓവർ പെർ വീക്ക്, നോട്ട് ഇൻ എ മന്ത്. ആർക്കൊക്കെയോ കൈയടിക്കണമെന്നുണ്ട്. നിങ്ങൾ അടിക്കപ്പാ, നിങ്ങൾ ആരും ചെയ്യും. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ബിസിനസിന്റെ പവർ എന്താണെന്ന് ആലോചിച്ചു നോക്കി. എന്നിട്ടും നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെല്ലാം കണ്ടിന്ന് രാവിലെ മുതൽ ഓരോ സെഷൻ അറ്റൻഡ് ചെയ്തു നിങ്ങൾക്കൊരു വിശ്വാസമല്ലേ ഇതൊക്കെ പറയുന്നതൊന്നും ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ പെർപ്ലെക്സിറ്റി എടുക്കൂ നിങ്ങൾ. എന്നിട്ട് ചോദിച്ചു നോക്കൂ, ഹൂ ഈസ് സുജിത് ഖാൻ? അത് പറയും ആരാണെന്നുള്ളത്. നിങ്ങളിത് കഴിഞ്ഞിട്ട് നോക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ മൊബൈലില് ആരാണെന്നുള്ളത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയുടെ മഹത്വം, നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസിന്റെ സൈസ് ഇത്രയാണെന്ന് വിചാരിച്ച് ഈ ബിസിനസ് ഇത്രയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഹലോ ഹലോ, ആർ യു റെഡി? ആർ യു എക്സൈറ്റഡ്? ആർ യു എക്സൈറ്റഡ്? നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാവും. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, 2014 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ അവസരം കേൾക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. 2016 ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഞാൻ ബാംഗ്ലൂരിൽ പോയി വന്നതിന് ശേഷം അഭിലാഷ് സാർ എനിക്ക് ഇതിന്റെ പ്ലാൻ എല്ലാം പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞു 2,50,000 രൂപ ആഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. ഇതേ പ്ലാൻ എടുക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഈ അവസ്ഥയിലാണ്. കാരണം ആഴ്ചയിൽ 2,50,000. ഞാനാണെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലെല്ലാം കൈവച്ച് ആകെ 8 നിലയിൽ പൊട്ടിയിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക്. ഈ